പ്രിയമുള്ളവരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 55 ഇഞ്ചിൻ്റെ ഒരു ഗൂഗിൾ ടി വി വാൾ മൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. വാൾ മൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ 2 കോർണർ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് എന്ന് നോക്കാം. ഒന്ന് റെഡ് പവറിൽ നമുക്ക് 26 ഇഞ്ച് മുതൽ 60 ഇഞ്ച് LED ടി വികൾ വരെ ഈ വാൾ മൗണ്ടിൽ ഈ ബ്രാക്കറ്റിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാം. മറ്റൊന്ന് കിങ് സോണിക്കിൻ്റെ പുതിയ മോഡൽ വന്നിട്ടുള്ള ഈ വാൾ മൗണ്ട് ക്ലാമ്പ്. ഇത് 31.8 കിലോഗ്രാം വരെ അല്ലെങ്കിൽ 60 ഇഞ്ച് ടി വി വരെ ഫുൾ മോഷൻ കാൻഡിലെവർ മൗണ്ടിൽ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം എന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിൽ യൂണിവേഴ്സൽ മൾട്ടി ഫങ്ഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് എന്ന് ഇതിൻ്റെ കമ്പനി അവകാശപ്പെടുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് കിങ് സോണിക്കിൻ്റെയാണ്. കിങ് സോണിക്ക് വെയ്റ്റിലും അതുപോലെ അത്യാവശ്യം വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ടി വിയും അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. 55 ഇഞ്ചാണ്. ഇതിപ്പോൾ നമ്മൾ റീഫിറ്റിങ്ങിനാണ് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പേ ഈ ടി വി ഇവിടെ ചെറിയ ക്ലാമ്പിൽ ഫിറ്റ് ചെയ്തിട്ട് ഞാൻ നേരത്തെ കാണിച്ച റെഡ് പവറിൻ്റെ അല്ലാതെ വേറൊരു വെയിറ്റ് കുറഞ്ഞ ക്ലാമ്പിൽ ഫിറ്റ് ചെയ്തിട്ട് ടി വി തൂങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഭിത്തിയിൽ നിന്ന് അടർന്നു പോരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ മാറ്റി ഫിറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഫിഷറൊന്നും ശരിക്കും ഫിറ്റ് ചെയ്യാത്ത രീതിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കസ്റ്റമർ നമ്മളെ ഷോപ്പിൽ വന്നിട്ട് കോൺടാക്റ്റ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് സ്റ്റാൻഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കിങ് സോണിക്കിൻ്റെ പുതിയ മോഡൽ വാൾ മൗണ്ട് ഫിറ്റ് ചെയ്തു. നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഫിറ്റ് ചെയ്യാം. എത്ര ഇഞ്ച് സൈസ് വേണമെങ്കിലും ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനെ നമുക്ക് ഫിറ്റ് ചെയ്യുന്നതിന് വലിയ സ്ക്രൂകളാണ് വരുന്നത്. 12-13 സ്പാനറാണ് ഭിത്തിയിൽ വാൾ മൗണ്ടിൽ ഫിറ്റ് ചെയ്യുന്ന സ്ക്രൂ വരുന്നത്. നമുക്ക് ലെഫ്റ്റും റൈറ്റും അതുപോലെ അപ്പ് ആൻഡ് ഡൗൺ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഈ സ്റ്റാൻഡിൽ നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്ലാമ്പാണത്. ഭിത്തിയിൽ ചുമരിൽ വാൾ മൗണ്ട് ചെയ്യുന്ന സ്ക്രൂ മാത്രമേ നമുക്ക് 12 അല്ലെങ്കിൽ 13 ആവശ്യമുള്ളൂ. അല്ലാത്ത സ്പാനറുകളെല്ലാം സൈസ് വരുന്നത് 10-11 സ്ക്രൂ ആണ്, നെറ്റ് ബോൾട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ക്ലാമ്പിൻ്റെ അടിഭാഗത്തെ ഈ സ്ക്രൂ ആണ് നമുക്ക് ടി വി ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നതിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. കൂടുതലൊന്നുമില്ല എങ്കിൽ കൂടിയും കുറഞ്ഞ രീതിയിൽ നമുക്ക് ടി വി പൊക്കാനും താഴ്ത്താനും ഈ സ്ക്രൂ ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ടി വികൾ, വെയിറ്റുള്ള ടി വികൾ 43ൻ്റെ മുകളിലേക്കും അതുപോലെ 50-55 ടി വികളൊക്കെ വെയിറ്റുള്ള ടി വികൾ ഫിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോൾ കല്ലിൽ, വെട്ടുകല്ല് അല്ലെങ്കിൽ കോൺക്രീറ്റിൽ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് ഇപ്പോൾ ഈ ടി വി ആയതുപോലെ ടി വി അടർന്നു പോരാൻ, അത്യാവശ്യം നല്ല വെയിറ്റുള്ള ടി വികളൊക്കെ ആയാൽ നമുക്ക് ടി വി ഡാമേജ് വരാനും അടർന്നു പോരാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നല്ല രീതിയിൽ ടെക്നീഷ്യൻ വരുമ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഫിറ്റ് ചെയ്യിക്കുക. നിങ്ങളൊരു ടെക്നീഷ്യനാണെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ കസ്റ്റമർക്ക് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാമ്പുകൾ ഒന്ന് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും 60 ഇഞ്ച് ടി വി വരെ ഇതിൽ ഫിറ്റ് ചെയ്യാമെന്നാണ് ഇതിൽ കമ്പനി അവകാശപ്പെടുന്നത്. ഇതുപോലുള്ള 4 എക്സ്ട്രാ ക്ലാമ്പുകൾ, ഹാമുകൾ ഫിറ്റ് ചെയ്തുകൊണ്ട് ആണ് നമ്മൾ ഇതിൻ്റെ സ്ക്രൂ ഒക്കെ ഹോളുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക. ടി വിയുടെ ബാക്കിൽ വരുന്ന സ്ക്രൂ ഹോളിന് സമാനമായി വരുന്ന രീതിയിൽ നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. പൊക്കാനും താഴ്ത്താനും ചെരിവുള്ള രീതിയിലൊക്കെ ഇത് ചെയ്യാനുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിലുണ്ട്. ഇതിനും 10-11 സ്ക്രൂ ആണ് വരുന്നത്. ഇത് ലോക്ക് ടൈപ്പ് സ്ക്രൂ ആണ് വരുന്നത്. അതിനാൽ ഇത് ഇളകാത്ത രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്ലാമ്പായിട്ടാണ് എനിക്കിത് തോന്നിയത്, കിങ് സോണിക്കിൻ്റെ. നമ്മൾ ടി വി ഇതിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം ടി വി തൂക്കം വരികയാണെങ്കിൽ ലെഫ്റ്റും റൈറ്റും ഇടത്തോട്ടും വലത്തോട്ടും ടി വി തൂങ്ങുന്നതായിട്ട് ചെരിവ് കാണുകയാണെങ്കിൽ നമുക്കിതിൽ ഒരു റൗണ്ട് ഉണ്ട്. ആ റൗണ്ട് സ്ക്രൂ ലൂസാക്കിക്കൊണ്ട് നമുക്ക് അത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്ടർ ലെവൽ ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ ഇത് ക്ലാമ്പ് ചെയ്യാം. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കൂടിയ ഒരു ക്ലാമ്പാണത്. ഇതിപ്പോൾ നമ്മൾ ടി വിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ടി വിയിലേക്ക് ബാക്കിലേക്ക് 4 സ്ക്രൂ ആണ് വരുന്നത്. 4 സ്ക്രൂവും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക. ഈ ടി വി ഇപ്പോൾ നമ്മൾ ഇതുപോലെ കോർണർ ക്ലാമ്പ് ചെയ്യാൻ കാരണം കസ്റ്റമർക്ക് 2 രീതിയിൽ 2 സ്പോട്ടിലേക്ക് ടി വി കാണേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തത്. ഇങ്ങനെ ചെയ്തത് കാരണം കസ്റ്റമർക്ക് എവിടേക്ക് വേണമെങ്കിലും ടി വി പതുക്കെ തിരിച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ടി വി വാച്ച് ചെയ്യാം. കസ്റ്റമർക്കും നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈ കിങ് സോണിക്കിൻ്റെയോ അല്ലെങ്കിൽ റെഡ് പവറിൻ്റെയോ ഒക്കെ ടി വി വാൾ മൗണ്ട് ക്ലാമ്പുകൾ, കോർണർ ക്ലാമ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം.
ഇനി ഇൻസ്റ്റാളേഷൻ ഞങ്ങൾ നേരിട്ട് വന്ന് ചെയ്യുന്നതാണ്. മലപ്പുറം ജില്ലയിൽ എവിടെയും നമ്മൾ നേരിട്ട് TV ഇൻസ്റ്റാളേഷൻ ചെയ്തു കൊടുക്കുന്നതാണ്. അല്ലാത്ത പുറത്തുള്ള ജില്ലകളിലേക്ക് താല്പര്യമുള്ള ആളുകൾക്ക്, കസ്റ്റമർക്ക് ഈ ക്ലാമ്പ് കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.